നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ കടുത്ത ദുരിതത്തിലായ പ്രവാസികൾ ഒരു യാത്രയ്ക്ക് പോലും നൽകുന്നത് സാധാരണഗതിയിൽ നിന്നും ഇരട്ടിയിലധികം തുകയാണ്. ഇന്ത്യയിലേക്ക് പോകുന്നവർ മുൻകൂട്ടി കോവിഡ് പരിശോധന നടത്തണമെന്ന നിബന്ധന പ്രവാസിക്ക് നൽകുന്നതോ വൻ സാമ്പത്തിക ബാധ്യതയും കടുത്ത സമ്മർദ്ദവുമാണ്. ഖത്തറിലെ സർക്കാർ ആശുപത്രികളിൽ ചെറു വരുമാനക്കാർക്കും തൊഴിലാളികൾക്കും സൗജന്യമായിട്ടാണ് യാത്രാ ആവശ്യങ്ങൾക്കായുള്ള കോവിഡ് പരിശോധന നടത്തിയിരുന്നത്. ഇത് പ്രവാസികൾക്ക് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് കോവിഡ് രോഗികൾ കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇനി മുതൽ കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നാണ് സർക്കാർ ആശുപത്രികൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമെന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ ഒരു പ്രമുഖ മാധ്യമം വാർത്ത നൽകിയിരുന്നു. ഇതോടെ മുൻകൂർ കോവിഡ് പരിശോധന ഒഴിവാക്കണമെന്ന ആവശ്യവുമായി പ്രവാസി സംഘടനകൾ രംഗത്തെത്തുകയുണ്ടായി. ഖത്തർ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെ ആശുപത്രികളിൽ ഞായറാഴ്ച മുതൽ യാത്രാ ആവശ്യങ്ങൾക്കുള്ള കോവിഡ് പരിശോധന നിർത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അതത് ആശുപത്രികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ അറിയിപ്പും നൽകിയിരുന്നു. ഫാമിലി ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് ഈ ആശുപത്രികളിൽ 50 റിയാൽ നിരക്കിൽ കോവിഡ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ സേവനം തൽക്കാലം നിർത്തിയതോടെ കുടുംബമായി താമസിക്കുന്നവർ നാട്ടിൽ പോകേണ്ട സന്ദർഭത്തിൽ വൻതുക മുടക്കി സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കോവിഡ് പരിശോധന നടത്തേണ്ട സ്ഥിതിയാണ് ഉരുവായിരിക്കുന്നത്. ഇതുകൂടാതെ താഴ്ന്ന വരുമാനക്കാരായ പുരുഷ തൊഴിലാളികൾ, ബാച്ചിലേഴ്സ്, കുടുംബത്തോടൊപ്പമല്ലാതെ താമസിക്കുന്നവർ എന്നിവർക്ക് ഖത്തർ റെഡ് ക്രസന്റിന്റെ ഓൾഡ് ദോഹ പെട്രോൾ സ്റ്റേഷൻ അടുത്തുള്ള ഹരീജ് അബ്ദുൽ അസീസ് ഹെൽത്ത് സെന്റർ, ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയ 38-ലെ ഫിമൈലിയ ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിൽ യാത്രാ ആവശ്യങ്ങൾക്കായി കോവിഡ് പരിശോധന നടത്തുന്നുമുണ്ട്. രോഗികൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇനി കോവിഡ് ലക്ഷണമുള്ളവർക്ക് മാത്രം പരിശോധന പരിമിതപ്പെടുത്താനാണ് റെഡ് ക്രസന്റ് ആശുപത്രി അധികൃതരും ആലോചിച്ചിരിക്കുന്നത്. നിലവിൽ ഖത്തറിലെ 32 സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് പരിശോധന നടത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ 350 മുതൽ 500 റിയാൽ വരെയാണ് പലതിലും ഫീസ് ഈടാക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ നിന്നോ മറ്റോ ഒരുമിച്ച് പോകുന്നവർക്ക് ഈ നിരക്കിൽ പല സ്ഥാപനങ്ങളും ഇളവും നൽകുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ സാമ്പിളുകൾ ശേഖരിച്ച് ഹമദ് ലബോറട്ടറികളിലേക്ക് അയക്കുകയാണ് ചെയ്യുക. നിലവിൽ കോവിഡ് അടക്കമുള്ള വിവിധ പ്രതിസന്ധികളിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടിയുള്ള കോവിഡ് പരിശോധനയ്ക്കായി വൻതുക മുടക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഒരു കുടുംബത്തിൽ 2-ലധികം പേരാണെങ്കിൽ ഭീമമായ തുകയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. യാത്രാ ആവശ്യങ്ങൾക്കുള്ള കോവിഡ് പരിശോധന നടത്തണമെങ്കിൽ വിമാന ടിക്കറ്റിന്റെ രേഖകൾ കാണിക്കേണ്ടി വരുന്നുണ്ട്. പോസിറ്റീവാണ് ഫലമെങ്കിൽ യാത്ര മുടങ്ങുകയും ചെയ്യും. പല വിമാന കമ്പനികളും റീഫണ്ട് നൽകുന്നില്ല. റീഫണ്ട് നൽകുന്നവർ വൻതുക കുറയ്ക്കുകയും ചെയ്യും. ഇനി സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ പോസിറ്റീവായാൽ യാത്ര മുടങ്ങുന്നതിനൊപ്പം പരിശോധനയുടെ തുകയും നഷ്ടമാകും. അവസാന നിമിഷം വരെ അനിശ്ചിതത്വത്തിൽ കഴിയേണ്ട അവസ്ഥയിലാണ് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ. ഇതിനു പുറമെ നാട്ടിലെ വിമാനത്താവളത്തിൽ പരിശോധന നടത്തിയിരിക്കണം. ആയതിനാൽ തന്നെ മുൻകൂട്ടിയുള്ള കോവിഡ് പരിശോധന എന്ന നിബന്ധന ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.